അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണ് കണ്ടത് അല്ലേ, വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് അല്ലേ. ഇപ്പൊ നമ്മള് മറ്റേ മെഹ്റൂജയുടെ ഫോട്ടോ മെഹ്ജൂറയുടെ ഫോട്ടോ തരുന്ന സമയത്ത് ഞാൻ മെഹ്ജൂറയെ കുറിച്ച് കേൾക്കുമായിരുന്നു. അപ്പൊ മെഹ്ജൂറ പറയുന്നുണ്ട് ആ സമയത്ത് അമ്മയ്ക്ക് മോനെ കുറിച്ച് പറയാനുണ്ട്, പക്ഷെ എന്നാൽ അങ്ങനൊന്നും പറയാനൊന്നും അറിയില്ല. ഇല്ല നമ്മൾ അങ്ങനെ ആത്മബന്ധങ്ങളൊന്നും ഇല്ല അമ്മയായിട്ട്. അതിപ്പോ എന്റെ ഫാദർ എന്റെ കൂടെയാണ് നിൽക്കുന്നത്. പുള്ളിക്കാരനായിട്ട് ഞാനിപ്പോ ഒരു ആത്മബന്ധം ഇപ്പോഴാണ് ഉണ്ടാക്കിയെടുത്തത്. എന്നെ ഒരുപാട് നോക്കിയിട്ടുള്ളതും എന്റെ അപ്പനാണ്. കുറെ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാള്. പക്ഷെ നമ്മൾ തമ്മിൽ ആത്മബന്ധങ്ങൾ ഇല്ലെന്നേ. സ്വകാര്യ നിമിഷങ്ങൾ ചെലവാക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ആ ഒരു കൾച്ചർ ഈ പറയുന്ന സമൂഹത്തിനകത്ത് ഒരു ടിപ്പിക്കൽ സാധാരണ മലയാളിയുടെ കുടുംബത്തിൽ കാണണമെന്ന് അവൻ ആഗ്രഹിക്കുകയോ സ്വപ്നം കാണുകയോ സിനിമാ ഫ്രെയിമിൽ കാണുകയോ ചെയ്യുന്ന ഒരു അച്ഛൻ അമ്മ ഇങ്ങനെ ഒരുമിച്ച് കിടന്ന് ഒരേ പുതപ്പിൻ്റെ കീഴിൽ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് പഠിപ്പിച്ച് അല്ലേ, അങ്ങനെ പോകുന്നൊരു ബാല്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊരു ചെറിയ നഷ്ടവും സംഭവിച്ചിട്ടുണ്ട്. അതൊന്ന് ഈ പറയുന്ന രീതിയിൽ അങ്ങനെ സ്കൂളിലേക്കൊക്കെ പോയി പഠിച്ച് ഇങ്ങനെ വരണം എന്നുള്ളത്. രണ്ടാമത്തത് ചില ശീലങ്ങളുടെ കാര്യത്തിലും അങ്ങനെ വഴികാട്ടാൻ ആരും ഉണ്ടായിരുന്നില്ല. അത് എനിക്ക് ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ഉള്ള ഒരു കാര്യം കൂടിയാണ് അത്. എനിക്ക് ചിലപ്പോൾ അപ്പനും അമ്മയും ലൈക്ക് ഇതേമാതിരി ആയിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് ഒരുപാട് ദുശീലങ്ങളൊക്കെ ഉള്ള ആളാണ്. അതെല്ലാം അവിടെ നിന്ന് കിട്ടിയതാണ്, ചുറ്റുപാടിൽ നിന്നും കിട്ടിയതാണ്. പിന്നെ എൻ്റെ ചുറ്റുപാടിലൊക്കെ ഭയങ്കര സുലഭമായിരുന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാനൊരു 13 വയസ്സ് തൊട്ടൊക്കെ ഞാനിതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. 13 വയസ്സ് തൊട്ട്. അതായത് 13 വയസ്സിൽ അത് തരാൻ വേണ്ടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഭയങ്കര അവൈലബിൾ ആണ് അവിടെ. ലൈക്ക് എന്തും കിട്ടും, എന്തും നടക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ അവിടെ. സമാന്തര ലോകമുണ്ട്, നമ്മൾ കാണാത്തൊരു ലോകം. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമ്മളോട് പറയുമ്പോഴേ കേരളത്തിലെ പൊതുസമൂഹം ഇതൊക്കെ ഇവിടെ നടക്കുന്നതാണോ എന്നാണ് ചോദിക്കുക. ഇവിടെയുള്ള പട്ടികജാതി കോളനികളും റെയിൽവേ കോളനികളും 40,000-40,000-ലധികം കോളനികളുണ്ട് എന്നാണ് കേരളത്തിൽ പറയണത്. അപ്പോൾ ഈ കോളനികളും ഈ അടിസ്ഥാന വർഗ്ഗങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിൽ പോയി നോക്കണം. അവിടെ ഭയങ്കര ഒരു സമാധാനമില്ലാതെ ഡെയിലി വേജസിന് ഇന്ന് പണിക്ക് പോയാലേ നാളെ പട്ടിണി കിടക്കാതിരിക്കേണ്ട അവസ്ഥ വരുള്ളൂ എന്ന് ജീവിക്കുന്ന ആൾക്കാരാണുള്ളത്. അപ്പോൾ അവർക്ക് ഇവരുടെ മക്കളെ ഏത് വഴിക്കാണ് പോകുന്നത്, അവരെന്താണ് കാണുന്നത്, അവരെന്താണ് ഉപയോഗിക്കുന്നത്, അവർ പഠിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് ആലോചിക്കാനുള്ള സമയം ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. റൈറ്റ്. അതാണ് നീർനിലങ്ങൾ എന്ന ആദ്യത്തെ ഹിറ്റായ ആ പാട്ടും പ്രേക്ഷകർക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ആദ്യത്തെ പാട്ടെന്ന് പറയുന്നത് നീർനിലങ്ങളിൽ അല്ലേ, അടിമയാര് ഉടമയാര് എന്നുള്ള പാട്ടാണ്. ആ പാട്ട് എഴുതാൻ ഇരിക്കുമ്പോൾ 25 വയസ്സേ ഉള്ളൂ അല്ലേ, 25ാമത്തെ വയസ്സിലാണ് ആ പാട്ട് എഴുതുന്നത്. അത് എഴുതുന്നതിന് മുൻപ് സ്റ്റുഡിയോ ബോയ് ആയിട്ട് വർക്ക് ചെയ്തു അല്ലേ, അതിനു മുൻപ് വാർക്കപ്പണിക്ക് പോയിട്ടുണ്ട് അല്ലേ, നിർമ്മാണ. പിന്നെ അതിനുശേഷം പോയിട്ടുണ്ട്. പാട്ട് എഴുതിയതിനു ശേഷം പോയിട്ടുണ്ട്. ഞാനും എന്റെ മെയിൻ വാർക്കപ്പണിക്കാരൻ സുഹൃത്താണ് വിജി, കൂടെ വന്നിട്ടുണ്ട്. വിജി ഇപ്പോഴും എന്റെ കൂടെയാണ്, ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോഴും ജോലി ചെയ്യുന്നത്.